സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പൊതുപരീക്ഷയിൽ കരിയാട് റേഞ്ചിൽ ടോപ്പ് പ്ലസ് നേടിയ ജേതാക്കൾക്കുള്ള അനുമോദനവും ഗോൾഡ് മെഡൽ വിതരണവും മെയ് 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഒളവിലം പി ഉമ്മർ ഹാജി കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടോപ്പ് പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കൽ ചടങ്ങാണ് മെയ് 8 വ്യാഴാഴ്ച വൈകുന്നേരം ഒളവിലം പി ഉമ്മർ ഹാജി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്നു. നമുക്കറിയാം, ടോപ്പ് പ്ലസ് എന്ന കുട്ടികൾ ഓരോ വിഷയത്തിലും പൊതുപരീക്ഷയിലും ഓരോ വിഷയത്തിലും 97 മാർക്കും അതിൽ കൂടുതൽ നേടുന്നവർക്കാണ് ടോപ്പ് പ്ലസ്. അപ്പോൾ അങ്ങനെ ടോപ്പ് പ്ലസ് നേടിയ കുട്ടികൾ ഈ പ്രാവശ്യം ഈ കരിയാട് റേഞ്ചിൽ 13 വകുപ്പുകൾ കൂടി 30 കുട്ടികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ 9 കുട്ടികൾ മാത്രമായിരുന്നു. വളരെ പ്രോത്സാഹനവും ഒക്കെ ചെയ്ത് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ പ്രാവശ്യം 9 എന്നുള്ളത് 30 കുട്ടികളിലേക്ക് എത്തി. ആ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഈ വ്യാഴാഴ്ച വൈകുന്നേരം 4:30 മണിക്ക് ഒളവിലത്തെ പി ഉമ്മർ ഹാജി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ പാണക്കാട് റാഷിദ് അലി ശിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കൃത്യമായി നടത്തിവരുന്ന സംവിധാനമാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് 5, 7, 10, +2 ക്ലാസ്സുകളിൽ പൊതുപരീക്ഷ നടക്കുന്നത്. കൃത്യമായ മൂല്യനിർണ്ണയവും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഇതിന് വിപുലമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. കരിയാട് റേഞ്ചിലെ 13 മദ്രസകളിലെ 5, 7, 10, +2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ടോപ്പ് പ്ലസ് നേടുക എന്നത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ്. എല്ലാ വിഷയത്തിലും 97 മാർക്ക് വാങ്ങി തങ്ങളുടെ മിടുക്ക് തെളിയിച്ച കുട്ടികൾക്കുള്ള ഒരു ആദരവാണ് നൽകുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീനാമാശ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ള കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന അവരെ പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ വളരെ നല്ലൊരു ചടങ്ങാണിത്. പാനൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എം സുലൈമാൻ, VK ഖാലിദ്, ഹാഫിൽ മുഹമ്മദ് നിസാം, അബ്ദുൽ മജീദ് ദാരിമി, PK മൂസ ഹാജി, K കാസിം ഹാജി എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ് പാനൂർ.